മെലാസ്മ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ. മെലാസ്മ എന്ന് നമ്മൾ കരിമംഗലത്തിന് പറയുന്നത്. മെലാസ്മ എന്ന് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഫേസിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷന്റെ കണ്ടീഷനാണ്. ബ്രൗൺ കളറായിട്ടുള്ള പാച്ചസ് ഉണ്ടാവും. എവിടേക്കാണ് കൂടുതലായിട്ട് കാണുന്നത്? കവിളുകളിലും നെറ്റിയില്, മൂക്കില്, പിന്നെ അപ്പർ ലിപ്സിലൊക്കെ ആയിട്ടാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് മെലാസ്മ ഉണ്ടാകുന്നത്? എല്ലാവർക്കും സംശയമാണ്. ഫാമിലിയിൽ ഒരാൾക്ക് മെലാസ്മ ഉണ്ടെങ്കിൽ മെലാസ്മ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ കണ്ടുവരുന്നത് അതുപോലെയാണ്. ജനറലായിട്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും മെലാസ്മ ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷനിൽ മെലാസ്മ. പിന്നെ വേറൊരു കാരണമായിട്ട് വരുന്നത് UV എക്സ്പോഷർ. അൾട്രാവയലറ്റ് സൺ റേസ് നമ്മുടെ സ്കിന്നിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ മെലാനിൻ പ്രൊഡക്ഷൻ അധികമായിട്ടും ഈ മെലാസ്മ പോലുള്ള കണ്ടീഷൻസ് കാണിക്കുന്നു. പിന്നെ കുറച്ച് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും മെലാസ്മ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ, ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം മെലാസ്മ കാണും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്നതാണ് മെലാസ്മയുടെ മാസ്ക് ഓഫ് പ്രഗ്നൻസി, ഒരു ഫോം ഓഫ് മെലാസ്മ. പൂർണ്ണമായ മെലാസ്മ ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല. പക്ഷേ ഈ കണ്ടീഷൻ അധികമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് പ്രൊട്ടക്ഷൻസ് ടേക്ക് കെയർ ചെയ്യാം. പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യുന്നതിലൂടെ ആ പാച്ചസ് ലൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ അൾട്രാവയലറ്റ് റേസ് എക്സ്പോഷർ ആണല്ലോ മെയിൻ കാരണം. അപ്പൊ പുറത്തിറങ്ങുമ്പോൾ SPF 30+ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനും ഈ മെലാസ്മ പേഷ്യൻസ് ശ്രദ്ധിക്കും. ആസനമായ അതേപോലെ വൈറ്റമിൻ C അടങ്ങിയ സീറം ഇത് യൂസ് ചെയ്യുന്നതിലൂടെയും മെലാസ്മ ഒരു പരിധി വരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും.